നമ്മളുടെ വീഡിയോ ദൈർഘ്യമുള്ളതുകൊണ്ട് 3 പാർട്ടായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും കൊയിലാണ്ടിക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഷിൻ്റെ കാലഘട്ടത്തിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു പ്രായപരിധിയില്ലേ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ വിവരിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ 8 വയസ്സ് ഒരു പ്രായപരിധിയാണ് കുട്ടികൾക്ക്. അന്ന് ഇന്നത്തെ പോലെ TV മാധ്യമങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ചാനൽ, മൊബൈൽ ഇതൊന്നുമില്ല. അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കുട്ടികൾ ഇന്നത്തെ അത്ര അഡ്വാൻസ്ഡ് അല്ല. കാരണം അവരെന്തെങ്കിലും കാണുന്നതും കേൾക്കുന്നതൊക്കെ നാട്ടുമ്പുറത്തുള്ള എന്തെങ്കിലും കലാപരിപാടികൾ ഒക്കെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അറിവ് കിട്ടാൻ ഉള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ അവരൊരു പക്വത വരിക എന്നുള്ളത് കണക്കാക്കിയത് 8 വയസ്സായി. ഇന്നത്തെ കുട്ടികൾ അതല്ല. ചെറിയ കുട്ടികൾ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളൊക്കെ TV-യിലും വാട്സപ്പിലും മൊബൈലിലൊക്കെ കണ്ടിട്ട് അവർ കൂടുതൽ ഒരു അഡ്വാൻസ്ഡായിട്ട് ഇതിനൊക്കെ തയ്യാറാണ്. മാത്രമല്ല അവർ സ്വമേധയാ വിഷ്വൽസ് എല്ലാവരെയും വല്ലാതെ ആകർഷിക്കും, പ്രത്യേകിച്ച് കുട്ടികളെ. അപ്പോൾ അവർ അതിനൊക്കെ ഇപ്പോൾ സന്നദ്ധരാണ്. അതുകൊണ്ട് ഒരു പ്രായപരിധി വെക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചിലതൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ട്. 3 വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ പ്രായപരിധി, പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ 3 വയസ്സിൽ 4 വയസ്സിൽ പഠിച്ചോളണമെന്നില്ല. ചില കുട്ടികൾക്കൊരു തിരിച്ചറിവ് കിട്ടുന്നൊരു പ്രായമുണ്ട്. അത് എല്ലാ കുട്ടികളും വിവിധ രീതിയിലാണ്. പിന്നെ വീടിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അവർ വളരുന്ന സാഹചര്യം അതൊക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടൊരു പ്രായപരിധിയില്ല. ഇന്ന് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അന്ന് കുട്ടിക്കാലത്ത് നൃത്തം പഠിക്കാൻ കഴിയാത്ത അമ്മമാരാണ് ഇന്ന് നൃത്തരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ഏറെ ഇഷ്ടപ്പെടുന്നതും. എന്തിന് ഈ അടുത്തിടെ കേട്ടത് 72 വയസ്സുള്ള ആൾ സ്റ്റേജ് കയറി. ഞങ്ങളുടെ ഒരു ഡാൻസ് ടീച്ചറുണ്ട് കൊല്ലത്തുള്ള, അവർ പേര് പെട്ടെന്ന് കിട്ടിയില്ല. ഒരു 89ാമത്തെ വയസ്സിന് സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യും. പിന്നെ നമ്മളെ കുഞ്ഞിരാം മാഷ്, അദ്ദേഹം 105 വയസ്സ് വരെയുള്ള സമയത്ത് 100ാം വയസ്സിലൊക്കെ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് പ്രായമുള്ളവർ ഫിസിക്കൽ കണ്ടീഷന് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ടും, പിന്നെ മനസ്സിൻ്റെ ഒരു നല്ല എന്താ പറയുക ഒരു ചിന്താഗതി വരാനും അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാനും ഒക്കെ കൂടി ഇന്ന് കലാരംഗത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രായപരിധി ഇല്ല. അതാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചിലവർക്ക് സംശയമായിരിക്കാം, പക്ഷേ എനിക്ക് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. സുഖമായിട്ട് കുടുംബ ജീവിതം നന്നായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടുകാരായാലും ശരി, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ചിലവർക്കൊരു എന്താ പറയുക സംശയമായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ആയിരിക്കാം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലല്ല കേട്ടോ, പല പല ഘട്ടങ്ങളുണ്ടാവുമല്ലോ പല ജീവിതത്തിലും. അപ്പോൾ ഈ കല്യാണം കഴിച്ചുകൊണ്ട് നൃത്തം പഠിപ്പിക്കുന്നവരുണ്ട്, കഴിക്കാണ്ടും പഠിപ്പിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ കല്യാണം കഴിക്കാണ്ടും നൃത്തം പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ മാഷ് പറഞ്ഞാൽ അതും നമ്മളുടെ ഈ വീഡിയോ കാണുന്നവർക്ക് നന്നായിരിക്കും. ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം മാഷ്. കുടുക്കിലാക്കുന്നൊരു ചോദ്യമാണ്, എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ ചോദിച്ചത്. വിവാഹം കഴിഞ്ഞാൽ കുടുംബിനിയായി ജീവിക്കുന്ന നേരം അവരുടെ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവ് ഇനി ഇത് സമ്മതമാണോ, ഇനി അല്ലെങ്കിൽ അവരുടെ അമ്മയ്ക്ക് സമ്മതമാവോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളും തനിക്കുള്ള ഫ്രീഡം നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളത് കൊണ്ട് പലരും വിവാഹം കഴിക്കാൻ തയ്യാറാവാറില്ല. അത് അവരുടെ ഉത്കണ്ഠയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിശേഷമാവും, കുട്ടികളുണ്ടാവും,
അപ്പോൾ അവരെയൊക്കെ പരിപാലിക്കുന്ന സമയത്ത് ഈ കല കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലർ പ്രൊഫഷണൽ ആയിട്ട് എടുത്തവർ എന്ത് ചെയ്യുക വെച്ചാൽ താൻ പഠിപ്പിച്ച കുട്ടികളെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യാറ്. അതിൽ രംഗത്ത് വരുന്നവരതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകും, കലാരംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരൊക്കെ. പക്ഷേ മറ്റുള്ളവർ നിൽക്കാത്തതിൻ്റെ കാരണം തനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നുള്ള സംശയമാണ് ഒന്ന്. പിന്നെ അങ്ങനെയുള്ളവരെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നത് അത് നൃത്തത്തിന് മുൻപ് പഴയ ദേവദാസി സമ്പ്രദായത്തിൻ്റെ ഒരു ചൊവ. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ആൾക്കാരില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയെ ഈ നൃത്തം പഠിപ്പിക്കാനൊക്കെ വിടുന്നത് ഭർത്താക്കന്മാരാണ്, അവരുടെ അമ്മായിയമ്മമാരാണ്. മാത്രമല്ല അമ്മായിയമ്മയെ മരുമകൾ നിർബന്ധിച്ചിട്ട് നൃത്തം പഠിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. ഇപ്പം ഞാൻ തന്നെ 57 വയസ്സുള്ള ആളെ പഠിപ്പിക്കുന്നുണ്ട്, 43 വയസ്സുള്ള ആളെ പഠിപ്പിക്കുന്നുണ്ട്. അവരമ്മൂമ്മയാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചേർത്തിരിക്കുന്ന മരുമക്കളാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നുമില്ല. കാരണം ആരോഗ്യമാണ് വലുത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരം ഈ നൃത്തം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാത്തത്, അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വയസ്സ് 63 അപ്പോൾ അത് തന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് മാഷിൻ്റെ രഹസ്യം എന്നൊക്കെ ചോദിക്കാം. ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും ഡാൻസിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും പറയാറുണ്ട്. അപ്പോൾ അത് ചിലർ ശ്രദ്ധിക്കാറ്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങൾക്കിടയിൽ കുറേ സംശയങ്ങളാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തവർ എന്തെങ്കിലും ചെയ്യുന്നവരെക്കുറിച്ച് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടിൻ പുറത്തിൻ്റെ ഒരു ശാപമാണ്. കാരണം ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അത് വേറെന്തിനോ പോവുക എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കലകൾ പഠിക്കാൻ പോകുന്നത് അത് മറ്റെന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പച്ചയെ പറയാൻ പാടില്ല, എങ്കിലും ഇത് സമൂഹത്തിൻ്റെ ചില ഒരു ദുഷിച്ച ചിന്താഗതി മാത്രമാണ്. നമുക്ക് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെ മറ്റുള്ളവരും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരാണ് എന്നുള്ള ബോധം ഇവർക്ക് വരില്ല. ഇവർ വിചാരം അവരെന്നെ പോലെ തന്നെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരാണ്. ഇങ്ങനെ പറയുന്നവരാണ് യഥാർത്ഥത്തിൽ കള്ളന്മാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. യഥാർത്ഥക്കാരെന്ന് യഥാർത്ഥക്കാരായിരിക്കും. അവർ എന്ത് കേട്ടാലും അത് വിഷയമാക്കില്ല. അവരുടെ ലൈഫ് അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ തനിച്ച് ജീവിക്കുന്നേരം എല്ലാറ്റിനും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ മറ്റൊരു വശമാണ്. അങ്ങനെയാണ്, അല്ലാതെ മറ്റൊന്നും ഇതിനൊരു ഘടകമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇന്നങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തൃപ്തിയായോ? ഇമ്പോർട്ടൻ്റ് ആണ്. മാഷ് ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഈ കലോത്സവ വേദിയിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഈ വിധി നിർണയം നടത്തുമ്പോൾ കുറച്ച് മിസ്റ്റേക്കുകൾ പണ്ടും ഉണ്ട്, ഇന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ മാഷ് എപ്പോഴും നല്ല തന്നെ പറയണം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ പാരൻസ് ഒരു ഐറ്റം പഠിപ്പിക്കണം. എന്ന് വെച്ചാൽ പൈസ ഉള്ളവരുണ്ട്, പക്ഷേ കല സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കഴിവുള്ള കുട്ടികൾ തന്നെയാണ്, എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ പൈസ ഒരു ഐറ്റം നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന റേറ്റ് പറഞ്ഞ് എല്ലാ ടീച്ചേഴ്സും, നമ്മളും ആ ഒരു ടീച്ചർ തന്നെയാണ്, അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന പോലെ തന്നെ മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉണ്ട് ഇപ്പോഴും. നമ്മളിപ്പോൾ ഒരു ഫോണ് തുറന്നാൽ തന്നെ നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെയാണ്, ഒരു കലോത്സവ വേദിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്കിലും വിധി നിർണയത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കുന്നത് തന്നെ ഒരു അപകടം പിടിച്ച കാര്യമാണ്. കാരണം ഇന്നേ വരെ ഇത്രയും കാലഘട്ടത്തിൽ മത്സരങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും എല്ലാ തവണയും
എല്ലാവരും വിചാരം തന്നെ ഇപ്പം മാത്രമാണ് ഈ അഴിമതി നടക്കുന്നത്. അല്ല, കാലങ്ങളായി ഇത് നടക്കുന്നുണ്ടായിരുന്നു. മുമ്പ് അത് നേരിട്ട് പക്കമേളക്കാർ സ്റ്റേജിലുള്ളത് കൊണ്ട് നേരിട്ട് കണ്ടിട്ടായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് വളഞ്ഞ വഴിക്കാണ് വിധികർത്താക്കളെ മുൻകൂട്ടി ചട്ടം കെട്ടി കാശ് കൊടുത്തൊക്കെ ശരിയാക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ കുറേ നല്ല വിധികർത്താക്കളുണ്ട്, അവരിവിടെ ബലി കഴിക്കപ്പെടുന്നുണ്ട്. അവരുടെ വിധി നിർണ്ണയത്തിനെ ഇതുപോലെ തെറ്റിദ്ധരിച്ച് ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. പിന്നെ വിധി നിർണ്ണയത്തിന് എല്ലാവരും ചോദിക്കുന്ന ഒറ്റത് ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ്. അപ്പോൾ അക്കാഡമി ബിരുദമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്കാഡമികളിൽ പഠിച്ചിട്ടുള്ളവർ ഉണ്ട്, അവരെ അല്ല വിളിക്കുന്നത്. തൽക്കാലത്തേക്ക് ചില ഒരു വർഷത്തെ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ വീഡിയോ കണ്ട് പഠിച്ചൊരു പരീക്ഷ എഴുതിയിട്ട് 11 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വിധി നിർണ്ണയത്തിന് പോകും. വിധി നിർണ്ണയത്തിന് പോകാൻ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഒന്നാമത് അവിടെ കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ തന്നെ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നുമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിധി നിർണ്ണയത്തിൽ ഇത്ര ശതമാനം മാർക്ക് 100ൽ ഇത്ര കിട്ടിയാൽ ഇത്ര ആണ് എ ഗ്രേഡ്, ഇത്ര കിട്ടിയാൽ ബി ഗ്രേഡ്, ഇത്രയാണ് സി ഗ്രേഡ് എന്ന് അറിയാത്ത ആൾക്കാരാണ് വിധികർത്താക്കളായിട്ട് പലപ്പോഴും വരുന്നത്. അടുത്തിടെ കേട്ടൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ 100ൽ 100 എഴുതി വെച്ചു എന്ന് പറഞ്ഞു കേട്ടു. ഉള്ളതോ ഇല്ലാത്തതോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ളവരും വന്നിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റെന്താ വെച്ചാൽ ഇന്ന വിഷയത്തിൽ ആ വിഷയത്തിൽ അങ്ങനെ ഒരു വലിയ പാണ്ഡിത്യമൊന്നുമില്ലാതെ ചിലർ വേറെ ഏതെങ്കിലും മത്സരത്തിന് വിധി നിർണ്ണയത്തിന് വന്നപ്പം നിർബന്ധിക്കപ്പെട്ടിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതുണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും കാരണം ചോദിച്ചാൽ ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടും. അങ്ങനെയുണ്ട്. അപ്പോൾ പല രീതിയിൽ ഈ വിധി നിർണ്ണയം പാടിപ്പോകുന്നുണ്ട്, സത്യമാണ്. പക്ഷേ നിങ്ങൾ മത്സരിക്കേണ്ട കുട്ടികൾ എന്താ കരുതേണ്ടതെന്ന് വെച്ചാൽ വിധി നിർണ്ണയത്തിലെ എ ഗ്രേഡും ഫസ്റ്റും അല്ല പ്രധാനം. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിലുണ്ടാകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതാണ് ആ പ്രദേശത്തെ കലാകാരനെ വളർത്തുന്നത്. ഇതാർക്കും അറിയില്ല. എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു കലാകാരനെ പിടിച്ചു കൊണ്ടുവന്ന് ആൾക്ക് കുറേ കാശുകൾ കൊടുത്ത് അദ്ദേഹം വളഞ്ഞ വഴിക്ക് മറ്റുള്ളവർക്ക് കാശ് കൊടുത്ത് ഇവിടെയും സ്വാധീനിച്ച് അവിടെയും സ്വാധീനിച്ച് മത്സരത്തിന് പ്രൈസ് വാങ്ങിക്കൊടുക്കുന്നതാണ് നമ്മളെപ്പോഴും കാണുന്നത്. പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് മത്സരത്തിന് നിർത്തുന്ന കുട്ടികളെ പിന്നാലെ പോയി ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്താറില്ല. കാരണം എന്താ അറിയൂ, ഞാനൊരുപാട് വേദിയിൽ ജഡ്ജായിട്ട് പോകുന്ന ആളാണ്. ഞാനിരുന്ന വേദിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ എന്നെ തോക്കും. അതുകൊണ്ട് ഞാനിരുന്ന വേദിയിൽ സംഭവിച്ചിട്ടുണ്ട്, ഒപ്പം ഇരുന്നവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് പറയാൻ പറ്റൂല. പക്ഷേ തിരുത്തി, ഞാൻ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് കുറേയൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് തിരുത്തപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ വിധി നിർണ്ണയം എന്നുള്ളത് ഒരു വല്ലാത്തൊരു പുലിവാലാണ്. സംസ്ഥാന കലോത്സവത്തിൽ വിധി നിർണ്ണയത്തിൽ പാളിച്ചകൾ വരാതിരിക്കാനാണ് 2005 മാനുവൽ പരിഷ്കരണം ഉണ്ടായത്. അന്ന് എഴുതി വച്ച രീതിയിലൊന്നുമല്ല ഇന്ന് വിധി നിർണ്ണയം നടക്കുന്നത്. ഏകദേശം ഒരു 10-15 വർഷക്കാലെങ്കിലും ഈ രംഗത്ത് പ്രവർത്തിച്ചവരായിരിക്കണം ഒന്ന്. മറ്റൊന്ന്, ഈ രംഗത്ത് നൃത്തം പഠിപ്പിച്ച് സജീവമായി കൊണ്ടിരിക്കുന്ന വ്യക്തി തൊട്ട അടുത്ത സബ് ജില്ലയിലോ അതാത് ജില്ലയിലോ മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഇവിടെ മത്സരിപ്പിക്കാൻ കുട്ടികളെ അയക്കുന്ന അധ്യാപികമാരുമാണ് അടുത്ത ജില്ലയിലും സബ് ജില്ലയിലും വിധികർത്താക്കളായി പോകുന്നത്. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കുട്ടിക്ക് പ്രൈസ് കൊടുക്കുക, അവിടെ തൻ്റെ കുട്ടിക്ക് പ്രൈസ് കൊടുക്കുക എന്നുള്ള രീതിയുണ്ട്. ഇതൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനൊന്നും ആർക്കും പറ്റിയിട്ടില്ല. അതിന് ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാരും എല്ലാതരം ആൾക്കാരുമുണ്ട്, രക്ഷിതാക്കളുമുണ്ട്, പണത്തിൻ്റെതുകൊണ്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ബോംബ് പോലെ പൊട്ടും. നാളെ അത് നമുക്കെതിരായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട്
ആണ് ഞാൻ കുറച്ചും കൂടി സോഫ്റ്റാക്കി. അല്ലെങ്കിൽ വെട്ടി തുറന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാം, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. പിന്നെ നമുക്ക് ഈ കലാലോകം നിലനിന്ന് പോകണം. അതുകൊണ്ട് നമുക്ക് മുന്നിൽ പോകുന്നവരെ അംഗീകരിക്കണം. അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടി അർഹതയുള്ള കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം വിധികർത്താക്കളാണ് ഇരുന്ന് വിധി നിർണ്ണയം ചെയ്തെങ്കിൽ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് കുട്ടികൾക്കുണ്ടാവണം. ഇനി തനിക്കല്ല മറ്റേ കുട്ടിക്കാണ് പ്രൈസ് കൊടുത്തു പോയതെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു ശാപമായി മാറട്ടെ, ഞാനിതിലെന്ത് പ്രതികരിക്കാനെന്നുള്ള രീതിയിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ കാലം കഴിയുന്നില്ല. അടുത്ത വർഷം അതിനേക്കാൾ പവറിൽ വരാൻ ശ്രമിച്ചാൽ ആ കുട്ടി ഒന്നാം സ്ഥാനത്തെത്തും. പിന്നെ ഇനി വിധി നിർണ്ണയത്തിൻ്റെ ഇതിൽ ഞാൻ പറയുന്നൊരു കുറുക്ക് വഴി എന്താണെന്ന് വെച്ചാൽ, ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടി കലാരംഗത്തുനിന്ന് പിൽക്കാലത്ത് പിന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തിരിച്ച് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കിട്ടിയ കുട്ടി അവൾക്ക് അടുത്ത വർഷവും ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും കലയിൽ ഉയർന്നു വരും. അതുകൊണ്ട് നല്ലൊരു കലാകാരിക്കും കലാകാരനും ഒന്നാം സ്ഥാനം കിട്ടരുത് എന്ന് വിചാരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ സത്യം. ഒന്നാം സ്ഥാനം കിട്ടരുത്. കിട്ടിയാൽ ആ കുട്ടി താഴോട്ടാണ് പോവുക. കാരണം ആ കുട്ടീന് മുന്നോട്ട് ആരോട് മത്സരിക്കാനില്ല. രണ്ടാം സ്ഥാനം കിട്ടിയ കുട്ടിക്ക് അതല്ല, ഒന്നാം സ്ഥാനം കിട്ടിയ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനക്കാരിയെ വെട്ടിക്കണം. മൂന്നാം സ്ഥാനം കിട്ടിയ ആളും നാലാം സ്ഥാനം കിട്ടിയ ആളും ഒരു സമ്മാനം കിട്ടാത്ത ആളും ഉദ്ദേശിക്കുക എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടണം. ഇനി ഗ്രേഡ് കിട്ടാത്ത കുട്ടികൾ വിചാരിക്കുക നാളെ എനിക്ക് ഗ്രേഡ് വാങ്ങണം. അങ്ങനെ ഒരു മത്സരബുദ്ധി വേണം. പിന്നെ ഈ മത്സരം ഉണ്ടാക്കി വെച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദീർഘവീക്ഷണമായിരിക്കും. കുട്ടികൾ മത്സരിച്ച് തോറ്റാൽ അതിനെ മാനസികമായി ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള കുട്ടിയാണെങ്കിൽ നാളെ ഒരു ആത്മഹത്യ പോലുള്ളതിലേക്ക് പോകില്ല. കാരണം കുട്ടിയുടെ മനസ്സ് ഒന്നുകൂടി പക്വത വരും. അപ്പോൾ ഇത് സമ്മാനം കിട്ടാതെ നിലവിളിച്ച് മോഹാലസ്യപ്പെട്ട് വീഴുന്ന കുട്ടികൾ സത്യത്തിൽ ഈ രംഗത്തേക്ക് വരരുത് എന്നാണ്. കാരണം അവർക്ക് അതിനുള്ള മാനസികമായ കരുത്തില്ല. ചില അധ്യാപകരിലും അതുണ്ട്. പഠിപ്പിച്ച കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരാകെ ഒന്നും അല്ലാതെയായി പോകുന്നുണ്ട്. അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഇത് നമുക്കറിയാവുന്ന കല കുട്ടികളിലൂടെ പുതിയ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. സമ്മാനം കിട്ടുമോ കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ടാവരുത്. പക്ഷേ കുട്ടികൾക്കുണ്ടാവും, രക്ഷിതാക്കൾക്കുണ്ടാവും. അത് അവരുടെ വഴിക്ക് വിടും. അങ്ങനെ ഞാൻ കുട്ടികളെ പിന്നാലെ പോയി മത്സരവേദി പോയി നിൽക്കാതിഞ്ഞിട്ടും പിന്നെ മത്സര വിധി നിർണ്ണയത്തെ ചോദ്യം ചെയ്യാഞ്ഞിട്ടൊക്കെ എൻ്റെ അടുത്ത് നിന്ന് കുട്ടീനെയും പറിച്ച് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. രക്ഷിതാക്കൾക്ക് എല്ലാവരും ഒന്നുമില്ല കേട്ടോ, വളരെ റെയറായിട്ട് 1-2 പേര് മാത്രം. ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് പ്രൈസ് കിട്ടാഞ്ഞിട്ട് ഇന്ന ആളെടുത്ത് പോയി പഠിപ്പിച്ചാൽ പ്രൈസ് കിട്ടുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച ഐറ്റം കൊണ്ടുപോയി പഠിപ്പിച്ച പ്രൈസ് വാങ്ങിയ ആൾക്കാരുണ്ട്. ഞാൻ പഠിപ്പിച്ച ഐറ്റം അതൊക്കെ ഒരു രസമായിട്ടാണ് ഞാൻ എടുക്കുക. പിന്നെ ഒന്നാം സ്ഥാനം കിട്ടിയത് കൊണ്ട് ആ കുട്ടി നാളെ വേറൊരാളടുത്തേക്ക് പോവില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. കാരണം അവർക്കറിയാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, ഇയാൾക്ക് കഴിവില്ല എന്ന് രക്ഷിതാവിനറിയാം. നാളെ ആ രക്ഷിതാവിൻ്റെ മുന്നിൽ ഈ അധ്യാപകൻ ചെറുതാവുന്നുണ്ട്. ഇതൊക്കെ ഒരു തരം വിവരക്കേടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കുട്ടികൾ നിങ്ങളൊക്കെ തയ്യാറാക്കുക, മത്സരത്തിനയക്കുക. എന്നിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ സമ്മാനമൊന്നും നോക്കരുത്, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ. കാരണം അവർ നന്നായിട്ട് പെർഫോം ചെയ്താൽ നാളെ മറ്റൊരു കുട്ടിക്ക് നിങ്ങളടുത്ത് വരാനുള്ള സന്മനസ്സുണ്ടാവും. അവരോട് പറയുക, സമ്മാനം പ്രതീക്ഷിക്കരുത്, നന്നായിട്ട് മത്സരിക്കണം, സമ്മാനം കിട്ടാൻ വേണ്ടി കളിക്കണം. പക്ഷേ സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിച്ച് പോകരുതെന്നും കൂടി പറഞ്ഞാൽ നോ പ്രോബ്ലം. അതാണ് അതിനുള്ള മരുന്ന്. അത് ഇപ്പം നീനു ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ കാശ് കൊടുത്താൽ കിട്ടും എന്നുള്ള ലെവലിൽ വെച്ചാൽ മതി. ഇന്ന് നടക്കുന്നത് മിക്കോ അതാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും പ്രശ്നം. പക്ഷേ ചില സ്ഥലങ്ങളിൽ വിവരക്കേട് പോലെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ ഉണ്ട്. അത് തെറ്റുമാണ്. ഒരിക്കലും ആ സ്കൂളിലെ അധ്യാപകരെ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ആ മത്സരം നടത്തിപ്പുകാരെ അധിക്ഷേപിക്കുക, അതൊക്കെ ഒന്നും ശരിയല്ല. വിധികർത്താക്കളെ ചോദ്യം ചെയ്യുന്നത് പോലും ശരിയല്ല. അതിന് നല്ല വഴിയുണ്ട്. നിങ്ങൾക്ക് അപ്പീൽ കൊടുത്തിട്ട്
അല്ലെങ്കിൽ കോടതി മുഖാന്തരമൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ട അവരാണ്. ഇവിടെ അതല്ല, ഇവിടെ തെറിവിളിയും കസാരയും എടുത്ത് അടിക്കലൊക്കെയാണ് പലയിടത്തും കണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയല്ല. അതുകൊണ്ട് വിധി നിർണ്ണയം എന്നുള്ളതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതിനെതിരെ പ്രതികരിക്കുന്നതും മോശമാണ്, അനുകൂലിക്കുന്നതും മോശമാണെന്ന് പറഞ്ഞതുപോലെയാണ് അതിൻ്റെ അവസ്ഥ. ഇതാണ് ഒരു വിധി നിർണ്ണയത്തിൻ്റെ ശരിക്കും പറയാനുള്ള അങ്ങനെ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കും. നമുക്കിപ്പോൾ ഒന്നും എവിടെയും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ നമ്മളതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൃപ്തിയായോ? ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വിനീത നമസ്കാരം.